ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവൻ്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും യെശയ്യാ പ്രവചനം 12-ാം അധ്യായം 5-ാം വാക്യം എടുക്കുന്നു. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവിടുന്ന് ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. ആ വാക്യത്തിൻ്റെ ഉത്തരാർത്ഥ ഭാഗത്തിൽ ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. അതിൻ്റെ 6-ാം വാക്യം കൂടി നമ്മൾ വായിച്ചാൽ, സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ വലിയവനായിരിക്കയാൽ ഘോഷിച്ച് ഉല്ലസിക്കുവീൻ. അതായത് ഇസ്രായേലിൻ്റെ ദൈവം വലിയവനായിരിക്കുന്നതിനാൽ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നാം ആരാധിക്കുന്നതായ ദൈവത്തിനെ നാം തന്നെ പ്രസിദ്ധമാക്കുക. 5-ാം വാക്യത്തിൻ്റെ ഉത്തരാർത്ഥ ഭാഗമാണ് നമ്മൾ കീയായിട്ട് തിരഞ്ഞെടുക്കുന്ന താക്കോൽ വാക്യമായിട്ട് എടുക്കുന്നത്. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യാഹ്വേ എന്ന ദൈവം പ്രപഞ്ചത്തെയും പ്രപഞ്ചവാസികളെയും സൃഷ്ടിച്ച ദൈവത്തെ നാം ആരാധിക്കുന്നു. അത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ എന്നാണ് യെശയ്യാ പ്രവചനത്തിൻ്റെ യെശയ്യാവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ ജനിച്ചത് ഒരുപക്ഷെ BC 760 ആയിരിക്കാനാണ് പലരുടെയും എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ഇന്ന രാജാവിൻ്റെ ഇത്രാം വർഷം എന്നൊക്കെ പറഞ്ഞാണ് ഈ എഴുതുന്നത്. കാരണം രാജാക്കന്മാരെക്കാട്ടിൽ കൂടിയ ആളുകൾ ഇല്ല, പ്രപഞ്ചം മുഴുവനും അറിയുന്നതായ ഒരാളില്ലാത്തത് കൊണ്ട്. അങ്ങനെ യേശു ക്രിസ്തു ജനിക്കുമ്പോൾ ആ വർഷം മുതൽ പിറകോട്ടുള്ളത് നുണ്ടുണ്ടായിക്കഴിഞ്ഞ വർഷത്തിന് നാം പുറമോട്ടെണ്ണിപ്പോയാൽ അങ്ങനെ BC ബിഫോർ ക്രൈസ്റ്റിലെ 760 വർഷം മുൻപാണ് യേശു ക്രിസ്തു ജനിക്കുന്നതിൻ്റെയും 760 വർഷം മുൻപാണ് യെശയ്യാവ് ജനിക്കുന്നതും. അതിനോട് ശേഷം അദ്ദേഹത്തിന് വളർച്ചയെത്തുമ്പോൾ അദ്ദേഹം പ്രവചനങ്ങൾ എഴുതി തുടങ്ങുകയും ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള വർഷത്തെ നാം AD എന്ന് പറയുന്നുണ്ട്. യെശയ്യാവ് 760 BC ജനിച്ചിട്ട് 20 വർഷങ്ങൾക്ക് ശേഷം 740 BC തൻ്റെ പ്രവചനം ആരംഭിച്ചു എന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ശക്തി കൂടിയ രാജ്യങ്ങളായ അസീറിയ, ബാബിലോൺ, റോമ സാമ്രാജ്യം, ഇങ്ങനെ പല രാജ്യങ്ങളും ഇസ്രായേലിന് എതിരായിട്ട് ഉള്ളതായ ഒരു കാലമായിരുന്നു. ഇസ്രായേൽ ജനങ്ങൾ സ്വയം തെറ്റുകളിലും കുറ്റങ്ങളിലുമൊക്കെ ആയിപ്പോകുമ്പോൾ അവരെ ശത്രുരാജ്യങ്ങൾ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഉള്ളതാണ്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 66 പുസ്തകങ്ങൾ, 66 അധ്യായങ്ങളാണ് അതിൽ ഉള്ളത്. യെശയ്യാവ് യേശു കർത്താവിനെ കുറിച്ചും, അതായത് ഒരു അനോയിന്റഡ് വണ്ണ്, ഒരു രക്ഷിതാവ് വരുന്നതായിട്ട് യെശയ്യാവ് പല ഭാഗത്തും പ്രവചനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം ചാപ്റ്ററിൽ യെശയ്യാവ് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു കന്യകമറിയാമിലാണ് ഉത്ഭവിക്കുന്നത്, കന്യകയിൽ ജനിക്കുന്നതായിട്ടും യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനന മരണങ്ങളെക്കുറിച്ച് 53-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിന് മുൻപായിട്ട്
700 വർഷങ്ങൾക്ക് മുൻപാണ് യേശുക്രിസ്തുവിന് മുൻപ് 700 വർഷങ്ങൾക്ക് മുൻപാണ് ഏഷ്യാവ് ജീവിച്ചിരുന്നത്. ഏഷ്യാവിൻ്റെ പ്രവചനത്തിൽ 2-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളിലൊക്കെ ആയിട്ട് എഴുതുന്നു: വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവിടുന്ന് തൻ്റെ വഴികളെ അറിയിക്കും. നാം അവിടുത്തെ പാതകളിൽ നടക്കും. അതായത് ചർച്ചിനെ കുറിച്ചും ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഏഷ്യാവ് പ്രവചിക്കുന്നുണ്ട്. ഏഷ്യാവ് ജീവിച്ചിരുന്നത് പ്രവാചകനായിട്ട് ഇരുന്ന കാലയളവിനെ കുറിച്ച് പറഞ്ഞാൽ, യഹൂദിയിൽ ഊസിയാവ്, ജഥാം, ആഹാസ്, ഹെസക്കിയാവ്, അങ്ങനെ ഇസ്രായേലിൻ്റെ 4 രാജാക്കന്മാരുടെ കാലത്താണ് പ്രവാചകനായി ജീവിച്ചിരുന്നത്. ഒരു പ്രവചനത്തിൽ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 3 തരംതിരിക്കാം. 3 രീതിയിൽപ്പെട്ട ആൾക്കാർക്കും ദൈവത്തിൽ നിന്നും പ്രവചനങ്ങൾ കിട്ടിയിട്ട് ആ പ്രവചനം മനുഷ്യരെ അറിയിക്കുകയാണ്, എഴുതി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ മനുഷ്യനെ അറിയിക്കുകയാണ് സാധാരണ പ്രവചനം. എല്ലാം തന്നെ 3ലും തന്നെ. ആദ്യത്തെ കൂട്ടർ ഏതെങ്കിലും രാജാക്കന്മാരുടെ ഭരണത്തിലിരിക്കുന്നതായ രാജാക്കന്മാരുടെ അനുമതിയോടുകൂടി രാജകൊട്ടാരത്തിലേക്ക് അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്തിരിക്കും പ്രവാചകനായിട്ട്. രാജാവിന് എവിടെങ്കിലും യുദ്ധത്തിന് പോകണോ, ഭാവി കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൽ നിന്നും വരം ചോദിച്ച് ദൈവത്തിൽ നിന്നും അറിഞ്ഞിട്ട് രാജാവിനെ അറിയിക്കുന്ന ഒരു പ്രവാചകനായി ആ പ്രവാചക ഗണത്തിൽപ്പെടുന്നവരാണ് അവർ. പ്രവാചക സ്കൂളിൽ പഠിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ കീഴിൽ ഇരുന്ന് പഠിച്ച് അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നതായ പ്രവാചകന്മാരാണ് ഒരു കൂട്ടരായ പ്രവാചകൻ. 2ാമത്തെ കൂട്ടർ പ്രവാചകന്മാരായിട്ട് രാജാക്കന്മാർ വിളിക്കുന്നില്ല. രാജാക്കന്മാർ തെറ്റുകാരും കുറ്റക്കാരും കുറവുകാരും ആകുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കാതെ പോകുമ്പോൾ, അവർക്ക് പ്രയാസം തോന്നുമ്പോൾ ഏതെങ്കിലും പ്രവാചകന്മാർ ചെന്ന് അവർക്ക് കുറ്റം തോന്നിയാലും ഇല്ലെങ്കിലും, സ്വയം തോന്നിയാലും ഇല്ലെങ്കിലും പ്രവാചകനോട് ദൈവം അരുളി ചെയ്തിട്ട് പ്രവാചകൻ ഭയം കൂടാതെ രാജകൊട്ടാരത്തിൽ കയറി ചെന്ന് രാജാവിനോട്, നീ ഇന്ന തെറ്റ് കാണിച്ചതുകൊണ്ട് നിനക്ക് ഇന്ന ആപത്തുകൾ വരും, ഇന്ന പരാജയങ്ങൾ വരും, ദൈവം നിന്നെ ശിക്ഷിക്കും എന്നൊക്കെ പറയും. ചില രാജാക്കന്മാർ അത് കേട്ട് അനുസരിക്കും, നല്ല നടപ്പിലേക്കും നല്ല മാർഗത്തിലേക്കും തിരിയും. എന്നാൽ ചിലർ കേട്ടനുസരിക്കത്തില്ല, പകരം ചെല്ലുന്നതായ പ്രവാചകനെ ഉപദ്രവിക്കുകയായിരിക്കും. ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ഇവിടുത്തെ ചിന്താവിഷയം, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവിടുന്ന് ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. എല്ലാ ദൈവവിശ്വാസികളുടെയും കടമയാണ് എല്ലായിടവും പ്രസിദ്ധമാക്കേണ്ടതിന്. അതായത് മറ്റുള്ളവരോട് പറയേണ്ടത്, അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരോടും കൂടി അറിയിക്കേണ്ടതാണ് സുവിശേഷം. അതാണ് ഇവാഞ്ചലിസ്റ്റിന് കടമ. അത് ദൈവത്തെ വിശ്വസിക്കുന്നവരായ എല്ലാവരും മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവം ചെയ്ത ഗുണങ്ങളെക്കുറിച്ചും പറയുകയാണ്. അതിന് പ്രത്യേകമായ ഒരു പ്രൊഫഷൻ ഒന്നും തന്നെ വേണ്ട. ഇതുപോലെയാണ് നാം സങ്കീർത്തനത്തിലേക്ക് ചെല്ലുമ്പോൾ 96-ാം സങ്കീർത്തനം 1, 2, 3 വാക്യത്തിൽ, യഹോവയ്ക്കൊരു പുതിയ പാട്ടുപാടുവീൻ, സകല ഭൂവാസികളുമേ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി അവിടുത്തെ നാമത്തെ വാഴ്ത്തുവീൻ. നാൾതോറും അവിടുത്തെ രക്ഷ പ്രസിദ്ധമാക്കുവീൻ. നാൾതോറും നാം ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പ്രസിദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് അറിയിക്കുക. അത് ദൈവത്തെ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, രക്ഷയെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങളുടെ കടമയാണ് മറ്റുള്ളവരോട് പറയേണ്ടത്. ജനതതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും
വിളംബരം ചെയ്യുവീൻ. ഇത് 96-ാം സങ്കീർത്തനം. യഹോവ വലിയവനും സ്തുതികൾക്ക് ഏറ്റവും യോഗ്യനുമാകുന്നു. ആ വിവരത്തെക്കുറിച്ച്, നാം ജീവനുള്ള ദൈവത്തെക്കുറിച്ച്, അതായത് പ്രപഞ്ചത്തെയും പ്രപഞ്ച സൃഷ്ടിയെയും സൃഷ്ടിച്ചതായ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ, നാം വിശ്വാസിയായി കഴിയുമ്പോൾ, നമ്മളുടെ കടമയാണ് ആ ദൈവത്തെക്കുറിച്ച് അറിയാത്തവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതും അറിയുന്നവരോട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും ഈ രണ്ടു കൂട്ടരുടെയും വിശ്വാസം നിലനിർത്തുന്നതിന് ഉതകത്തക്ക രീതിയിൽ സംസാരിക്കുന്നതിനും ഒരു വിശ്വാസിയുടെ കടമയാണ്. ഏശയ്യാ പ്രവാചകൻ ആ ഏശയ്യാവിൻ്റെ പേര് തന്നെയാണ് ആ പുസ്തകത്തിനും വന്നിട്ടുള്ളത്. ഗ്രന്ഥകർത്താവിൻ്റെ പേര് തന്നെയാണ് ഏശയ്യാ എന്ന പ്രവചന പുസ്തകത്തിനും വിശുദ്ധ ബൈബിളിൽ പേര് കിടക്കുന്നത്. പുസ്തകത്തിൻ്റെ പേര്, പ്രവാചകന്റെ പേര്. ഏശയ്യാ പ്രവാചകൻ വിവാഹിതനായിരുന്നു. 2 പുത്രന്മാരുണ്ടായിരുന്നതായി ഏശയ്യാ പ്രവചനം 7:3, 8:3 എന്നീ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏശയ്യാവ് 4 രാജാക്കന്മാരുടെ സമയത്ത് പ്രവാചകനായി ജോലി ചെയ്തു. അതൊരു ജോലിയും കൂടിയാണ്. പ്രവാചകനായിട്ട് ജോലി ചെയ്യുന്ന രാജാക്കന്മാരുടെ സന്നിധിയിൽ രാജസദസ്സിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നതും ഒരു തൊഴിലും കൂടിയാണ് പ്രവാചനം. പ്രവാചനത്തിൻ്റെ ജോലിയും കൂടിയാണ്. ഈ ഏശയ്യാ പ്രവചനം കൂടുതലായും ദൈവം അറിയിച്ചതനുസരിച്ച് യൂദ ജനത്തോടെയായിരുന്നു ഏശയ്യാവിൻ്റെ പ്രവർത്തനം. തെറ്റ് ചെയ്യുന്ന ജനത്തോട് ദൈവ നിയമങ്ങൾ വിശ്വസിക്കാത്തതിന് പ്രവചനങ്ങൾ ശിക്ഷ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതായ ഭാഗങ്ങൾ ജനത്തോടായിരുന്നു. അതിന് ഏശയ്യാവ് സുവിശേഷത്തിൻ്റെ ഘോഷണം കൂടിയാണ്. 61:1 ഭാവിയിൽ വരുവാനിരിക്കുന്ന വിടുതലിനെ കുറിച്ച് ഏശയ്യാവ് പറയുന്നു. ഏശയ്യാവ് ഒരു പ്രവാചകൻ ആയിരുന്നു. നാം ഇതിന് ആദ്യം പറഞ്ഞ ഭാഗത്ത് ഇത് ഭൂമിയിലെല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായ ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും നാം വിശ്വസിച്ചതായ ഭാഗം സർവ്വ മനുഷ്യരോട് നാം പറയേണ്ടതാണ്. ഇത് ഭൂമിയിലെല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ എന്ന് ഏശയ്യാവ് പറയുന്നു 12:5 ഉത്തരാർത്ഥ ഭാഗത്തിൽ. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ, നാം സങ്കീർത്തനം 96-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1, 2, 3 വാക്യങ്ങൾക്ക് യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമേ യഹോവയ്ക്ക് പാടുവീൻ. 2-ാം വാക്യത്തിൽ യഹോവയ്ക്ക് പാടി അവിടുത്തെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും അവിടുത്തെ രക്ഷ പ്രസിദ്ധമാക്കുവിൻ. അതാണ് നമ്മളുടെ പോയിന്റ്. നാൾതോറും ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പ്രസിദ്ധമാക്കുവീൻ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൽ വന്നിട്ടുള്ളവരോടെയും വന്നിട്ടില്ലാത്തവരോടെയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനാണ് പ്രസിദ്ധമാക്കുവീൻ. ജനതതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും വിളംബരം ചെയ്യുവീൻ എന്നാണ് സങ്കീർത്തനങ്ങളിൽ 96-ാമത്തെ സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ. യഹോവ വലിയവനും സ്തുതികൾക്ക് ഏറ്റവും യോഗ്യനുമാകുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുകയും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുകയും അത് നാം അറിഞ്ഞ സത്യം മറ്റ് ജനങ്ങളോടും ഭൂമിയിലൊക്കെയുമുള്ള ജനങ്ങളോട് നാം അറിയിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അത് മറ്റൊരാളിൻ്റെ കടമയല്ല, നാം ചെയ്യുന്നതായ ജോലി. ഏശയ്യാവ് പ്രവാചകനായിരുന്നു. ആ പ്രവചനത്തോടുകൂടി രാജസദസ്സിലെ പ്രവാചകനായിരുന്നു. അങ്ങനെ ഈ രാജസദസ്സിൽ പ്രവാചകനായ തൊഴിലോടുകൂടി ദൈവം അറിയിച്ച അരുളപ്പാടുകൾ അറിയിക്കും. ആ അരുളപ്പാടിൻ്റെ കൂടെ വിളംബരം ചെയ്യുന്ന ജോലിയും കൂടി, അതായത് സർവ്വജനങ്ങളോടും പറയുന്നതായ ഒരു സുവിശേഷ വേലയും കൂടി ഈ ഏശയ്യാവ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
അതേപോലെ തന്നെ നാം ബൈബിളിൽ ചെറിയ പ്രവാചകന്മാരുടെ ചെറിയ പ്രവചനം എന്നുള്ള പ്രവാചകന് വെച്ച് അവരുടെ പുസ്തകങ്ങളുടെ കൂടുതൽ അധ്യായമില്ലാത്തതിന് നാം ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെന്ന് പറയുന്നുണ്ട്. BC ഏകദേശം ഏഷ്യ പ്രവചനം നടക്കുന്നതായ കാലയളവിൽ തന്നെ ആയിരിക്കാം ഈ ആമോസ് പ്രവചനം നടത്തുന്നത്. ജെരോബെയാം രാജാവ് യൂദ ഭരിക്കുമ്പോൾ അതിൻ്റെ വടക്കേ രാജ്യമായ സമേറിയയിലാണ് കൂടുതലും ആമോസ് പ്രവചിച്ചിരുന്നത്. ആമോസ് പ്രവാചകനായിരുന്നു. നീതിന്യായത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവീക ന്യായവിധിയെക്കുറിച്ചുമൊക്കെ ജനങ്ങളെ അറിയിക്കുകയായിരുന്നു ആമോസ് ചെയ്തിരുന്നത്. ഈ പറയുന്നതിൻ്റെ സാരമിത, ആമോസ് പ്രവാചകനായിരിക്കെ തന്നെ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. കാട്ടത്തിയിൽ നിന്നും വീഴുന്നതായ കാട്ടിലെ ഖനികൾ, പഴങ്ങൾ പറക്കുന്ന ആളായിരുന്നു. ഈ ആമോസിന് 2 തൊഴിലും കൂടിയാണ്. ആട്ടിടയനും അത്തിവൃക്ഷത്തിൻ്റെ കായ്കൾ കാട്ടത്തിയുടെ കാവിറക്കുന്ന ഒരാൾ. ആമോസ് പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ഒരു പ്രവാചകനല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും തനിക്ക് കിട്ടുന്നതായ അരുളപ്പാടുകൾ ജനത്തെയും രാജാവിനെയും അറിയും. അന്ന് ഞാൻ ഈ വിഷയത്തിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ രാജസദസ്സിലേക്ക് ചെല്ലുമ്പോൾ രാജാവിൻ്റെ ഇഷ്ടത്തോടെ അല്ലാതെ, രാജാവിന് ഇഷ്ടമല്ലാത്ത, ഇവിടെ പറയുന്ന രാജ ജെരോബിയാമാണ്, അദ്ദേഹത്തിന് രാജസദസ്സിൽ ഇഷ്ടമല്ലാതെ തന്നെ ദൈവം കൊടുക്കുന്നതായ അരുളപ്പാടുകൾ ചെന്ന് പറയുന്ന ആൾക്കാരാണ്. അത് ദൈവം കൊടുക്കുന്ന പ്രവാചകനാണ് എങ്കിൽ തന്നെ രാജസദസ്സിലെ പ്രവാചകനല്ല. രാജാവിന് ഇഷ്ടമല്ല, രാജാവ് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയുന്ന ഒരാളിനെ രാജാവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് രാജസദസ്സിൽ നിന്നും ശമ്പളം കിട്ടത്തില്ല, പ്രവാചകൻ്റെതായ ശമ്പളം കിട്ടത്തില്ല. ഈ പ്രവാചകനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുവാൻ വേണ്ടിയാണ് പിന്നെ നോക്കുന്നത്. അങ്ങ് ഭയക്കാതെ തന്നെയാണ് പിന്നെ ആമോസ് പ്രവാചകൻ രാജസദസ്സിൽ അറിയിക്കുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നിടത്തോളം ദാവീദ് ഒരു രാജാവായിരുന്നു. ദാവീദ് രാജാവാണെങ്കിൽ ദാവീദ് പല പ്രവചനങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയും ദാവീദിനെ പ്രവാചക ഗണത്തിൽ കൂട്ടിയിട്ടില്ല. കാരണം ദാവീദ് രാജാവായിട്ടായിരുന്നു. ദാവീദ് രാജാവ് ആയിരുന്നു. എന്നാൽ പ്രവചനങ്ങൾ, ദൈവം കൊടുത്ത വരങ്ങൾ ഉപയോഗിച്ച് 70-ൽ പരം സങ്കീർത്തനങ്ങൾ ദാവീദ് ചമച്ചിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ ബൈബിളിൻ്റെ പല ഭാഗത്തും ദാവീദ് പ്രവചിച്ച് എഴുതുന്നതായിട്ട്, ദൈവത്തിൽ നിന്ന് വരം പ്രാപിച്ച് എഴുതുന്ന ദാവീദിൻ്റെ സദസ്സിലേക്ക് പ്രവാചകന്മാരുണ്ടായിരുന്നു. അതിലൊരാളാണ് നാഥാൻ പ്രവാചകൻ. അങ്ങനെ രാജസദസ്സിൽ അനുകൂലമായിട്ട് പ്രവചിക്കുന്നതായ പ്രവാചകന്മാർക്ക്, അതായത് ദൈവം കൊടുക്കുന്ന സന്ദേശങ്ങൾ അതേപടി കൊടുക്കുന്നത് നല്ല വിശുദ്ധന്മാർക്ക് കൊടുക്കും. വിശുദ്ധരല്ലാത്തവർക്ക് തെറ്റ് കണ്ടാൽ അവരെ അറിയിക്കും. അങ്ങനെ നാഥാൻ പ്രവാചകൻ ദാവീദിനെ തെറ്റ് കണ്ടപ്പോൾ ചെന്ന് അറിയിച്ചു. ദാവീദെ അവിടുന്ന് തെറ്റ് തിരുത്തുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും വീണ്ടും വിശുദ്ധനായി തന്നെ ജീവിക്കുന്നു. ആമോസ് കൂടുതൽ നാളുകൾ ഒന്നും ജീവിച്ചിരുന്നതായിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ തൊഴിലോടൊപ്പം തന്നെ ആട്ടിടയ ജോലിയോടുകൂടി, ആടിനെ മേയ്ക്കുന്ന ജോലിയോടുകൂടി, കാട്ടത്തിക്ക പറിക്കുന്ന ജോലിയോടുകൂടി തന്നെയാണ് ആമോസ് പ്രവചനം വരം കൂടി, പ്രവചന എന്ന തൊഴിൽ കൂടി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഏത് തൊഴിൽ ചെയ്യുന്നവനും സുവിശേഷ വേല ചെയ്യാമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ
ബിഫോർ ക്രൈസ്റ്റിൽ, അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നാം കാണുന്നു. BC 605 മുതൽ ഉള്ള കാലത്താണ്. 605 മുതൽ ഏതാണ്ട് 500 ശേഷം വർഷം വരെയും ദാനിയേൽ പ്രവാചകനായിട്ട് ബാബേൽ രാജ്യത്ത് കഴിഞ്ഞുകൂടി. അതായത് നെബൂഖദ്നേസർ എന്ന ബാബേൽ ചക്രവർത്തി ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയിട്ട് യെരുശലേം പിടിച്ചപ്പോൾ അവിടുത്തെ പല ആൾക്കാരെ, അവർക്ക് യുക്തമെന്ന് തോന്നുന്ന, കൊള്ളാമെന്ന് തോന്നുന്ന ആൾക്കാരെ ബന്ദികളായി പിടിച്ച് ബാബേൽ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് കൊണ്ടുപോയവരുടെ കൂട്ടത്തിലാണ് ദാനിയേലും ഉൾപ്പെടുന്നത്. അങ്ങനെ അവർക്ക് പ്രത്യേക പരിരക്ഷണ കൊടുത്ത് രാജാവിൻ്റെ സദസ്സിൽ, രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ, രാജകൊട്ടാരത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ, രാജാവിൻ്റെ അടുത്തല്ല, രാജകൊട്ടാരത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ അനുവാദം കൊടുത്തു. എന്നാൽ ദാനിയേലും കൂട്ടരും വെറും വെജിറ്റേറിയൻ ആഹാരം മാത്രം പ്രിഫർ ചെയ്യുന്നു. ദാനിയേലിന് ബൽത്തസർ എന്ന് പേരിട്ടു. ദാനിയേൽ രാജാവിന് ഉണ്ടായതായ ചില സ്വപ്നങ്ങൾ പൊരുൾ തിരിച്ച് രാജാവിനെ മനസ്സിലാക്കുന്നതുകൊണ്ട് രാജാവിൻ്റെ അനുഗ്രഹത്തിനും കാരണമാകുന്നുണ്ട്. രാജാവിന് കാണപ്പെടുന്ന സ്വപ്നങ്ങളെല്ലാം ദൈവത്തിൽ നിന്നും വരം വാങ്ങിച്ച് ദൈവത്തോട് പ്രവചന രൂപേണ രാജാവിനെ അറിയിക്കുന്നതുകൊണ്ട് ദാനിയേലിൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണ്. അവരുടെ കൂടെ തന്നെ ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും എന്ന ദൂതനെ അയച്ചവരെ രക്ഷിച്ചു. ഈ ബാബേൽ രാജാവ് ആദ്യകാലങ്ങളിൽ നെബൂഖദ്നേസർ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാത്ത ആളായിരുന്നു. അതായത് ഒന്നുകിൽ നെബൂഖദ്നേസറിനെ തന്നെ ആരാധിക്കുക, പൊതുജനങ്ങൾ, അല്ലെങ്കിൽ രാജാവ് ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് ആ ബിംബത്തെ ആരാധിക്കുക എന്ന് ഒരു നിബന്ധന ഉണ്ടാക്കി ഒരു മാസത്തേക്കെങ്കിലും. ദാനിയേലിൻ്റെ പ്രവാചകനായ ദാനിയേലിലൂടെ ഉള്ള ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നവരും ദാനിയേലിനെ പോലെ തന്നെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരും ദൈവീക അനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരും പ്രവാചകരുമായ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും അവരെ രാജാവ് നിർത്തുന്ന ബിംബത്തിൽ ആരാധിച്ചില്ല, സത്യദൈവത്തെ മാത്രം ആരാധിച്ചു. ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അങ്ങനെ ദൈവത്തിനെ ആരാധിച്ച് പ്രാർത്ഥിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ബാബേൽ രാജാവ് ഉണ്ടാക്കി വെച്ചതായ പ്രതിമയെ നമസ്കരിച്ചില്ല. അതുകൊണ്ട് അവരെ പിടിച്ച് തീച്ചൂളയിലിട്ട് കളഞ്ഞെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. തീച്ചൂളയിലിട്ടെങ്കിലും അവർ മരിച്ചില്ല. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീച്ചൂളയിലിട്ടപ്പോൾ രാജാവ് കണ്ടു 4 പേരെ. ഒന്ന് ദൈവദൂതനായിരുന്നു. ആ ദൈവദൂതനെ അയച്ച് അവരെ രക്ഷിച്ചു. അവർക്കൊരു പുക പോലും പറ്റിയില്ല. അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവർ തീച്ചൂളയിൽ നിന്നും അവരെ രക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ രാജാവിന് അതിശയം തോന്നി. രാജാവ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. രാജാവ് പ്രാർത്ഥിക്കുകയാണ്, അത്യുന്നതനായ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നല്ലത്. അങ്ങനെയാണ് രാജാവ് പറയുന്നത്, അവൻ്റെ ദൈവീക അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. ദൈവം രാജ്യത്വം എന്നേക്കുമുള്ളത്, ദൈവരാജ്യത്വം എന്നേക്കുമുള്ളത്. അങ്ങനെ നെബൂഖദ്നേസർ രാജാവ് പോലും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി വണങ്ങുന്നു. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു. ആ രാജാവ് ലോകത്തെല്ലായിടവും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലെല്ലായിടവും സന്ദേശങ്ങൾ അയച്ചു.
ഓർഡറുകൾ അയച്ചു. ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. അതിൻ്റെ വാക്കാണ് ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പാടുന്നത്. അങ്ങനെ ഇവിടെ താൻ സത്യം മനസ്സിലായപ്പോൾ നെബൂഖദ്നേസർ രാജാവ് പോലും ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നു. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന ജനങ്ങൾക്ക്, സർവഭാഷക്കാർക്കും എല്ലാം എഴുത്തെഴുതി കൊടുക്കുകയാണ്. ഈ നെബൂഖദ്നേസർ രാജാവ് ജനങ്ങളെ ഉപദേശിക്കുകയാണ്. അറിഞ്ഞ സത്യത്തിന് നിങ്ങളും അറിയണം. അതാണ് സുവിശേഷം. രാജാവായാലും ഏറ്റവും കുറഞ്ഞ ജോലിക്കാരനായാലും ദൈവത്തെ അറിയുമ്പോൾ ആ സുവിശേഷം പൊതുജനങ്ങളും അറിയണം. ആ പുസ്തകത്തിൽ തന്നെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തന്നെ രാജാക്കന്മാർ മാറി വരുന്നു. പിന്നെ വരുന്ന അടുത്ത രാജ ഡൈനാസ്റ്റിയാണ് മേദ്യനായ ദാര്യാവേസ്. 62 വയസ്സുള്ളവനായി രാജ്യം ഭരിക്കുവാൻ വന്നു. നെബൂഖദ്നേസറിൻ്റെ രാജ്യം പിന്നീട് വന്നത് മേദ്യനായ ദാര്യാവേശാണ്. ദാര്യാവേശും അതുപോലെ ദാര്യാവേശിന് ഒരു മോഹം, ദാര്യാവേശിനോട് ആൾക്കാർ പ്രാർത്ഥിക്കണം. ദാനിയേലിന് ആദ്യം പ്രവാചകനായതുകൊണ്ട് രാജസന്നിധിയിൽ പല ആനുകൂല്യങ്ങളും കിട്ടി. അതായത് ഭരണത്തിൽ പ്രധാന 120 സംസ്ഥാനങ്ങളിലെ 120 രാജ്യങ്ങളുടെ ഒന്നിച്ചുള്ള ഒരു ഭരണമായിരുന്നു ആ കാലത്ത്. പിന്നീടൊരു കാലത്ത് 127 കാണിക്കുന്നുണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ. ഇപ്പോൾ 120 രാജ്യങ്ങളുള്ളതായ സ്ഥലത്ത് ഭരിക്കുന്നതിന് 3 പേരെ രാജാവിന് അസിസ്റ്റൻ്റായിട്ടെടുത്തൽ പ്രാധാന്യമായിട്ട് ദാനിയേലിനെ എടുത്തു. ആ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കിങ്കരന്മാർക്ക് ഇഷ്ടമായില്ല. അതായത് രാജസന്നിധിയിലുള്ള മറ്റുള്ളവർക്ക് ദാനിയേലിന് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്ത് ഭരണത്തിൽ ചുമതലകൾ കൊടുക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ദാനിയേൽ മറ്റൊരു രാജ്യത്തെയാണ്, ഇസ്രായേലിനാണ്. അവരെ പിടിച്ചടക്കിയ ബാബിലോൺ ദേശത്ത് ആണ് മേദ്യനായ ദാര്യാവേശ്, മേദ്യ രാജവംശത്തിൽപ്പെട്ട ദാര്യാവേശിനോട് പ്രാർത്ഥിക്കുവാൻ, അദ്ദേഹത്തെ വണങ്ങുവാൻ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തില്ല. ദാനിയേലിന് ഇസ്രായേലിനെ നേരെ നോക്കി ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദാനിയേലിനെ പിടിച്ച് സിംഹ ഗുഹയിൽ ഇട്ട് കളയുവാനാണ് അങ്ങനെ ഇട്ടു. അപ്പോൾ തന്നെ രാജാവ് മനസ്സോടെയല്ല, പക്ഷേ രാജാവിന് മാറ്റാൻ ഒക്കത്തില്ലായിരുന്നു. കാരണം ഒരു പ്രാവശ്യം എഴുതി തൻ്റെ മുദ്രാമോതിരം കൊണ്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അതാരുടെയും മാറ്റം കൂടാതെ ആ രാജ്യത്തിനെ മേദ്യരുടെയും പാർസികളുടെയും മാറ്റമില്ലാത്ത നിയമങ്ങളാണ്. ഈ ദാര്യാവേശിനെ ആരും ആരാധിച്ചില്ല എങ്കിൽ, തൊഴുതില്ലെങ്കിൽ, സത്യദൈവത്തെ നമസ്കരിച്ചാൽ അവനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളയും. അങ്ങനെ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ഈ ദാര്യാവേശിനറിയാം ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ദാനിയേലിനൊരു കുറവും വരത്തില്ല. അധികാരത്തിൽ ഇട്ടവന് മാറ്റാൻ ഇടാതിരിക്കുവാനും പറ്റത്തില്ല. തൻ്റെ മന്ത്രിമാരെല്ലാം കൂടിയാണ് ഈ റെക്കമെൻഡ് ചെയ്തത്. അതുകൊണ്ട് ദാനിയേലിനെ സിംഹഗുഹയിലേക്ക് ഇടാനൊക്കെ സിംഹത്തിൻ്റെ ഗുഹയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദാനിയേലിനെ രക്ഷിച്ചു. അത് വെളുപ്പാങ്കാലത്ത് തന്നെ, നേരം പുലരും മുൻപേ ദാര്യാവേശ് രാജാവ് സിംഹങ്ങളുടെ ഗുഹയുടെ വാതിൽക്കെത്തി, ുള്ള ദൈവത്തെ ആരാധിക്കുന്നതിനായ ദാനിയേലേ, നിന്നെ രക്ഷിച്ചോ, നിന്നെ ദൈവം രക്ഷിച്ചോ എന്ന് കാണുവാൻ. ദാനിയേൽ ജീവനോടെ ഉണ്ടെന്നറിയുമ്പോൾ തൻ്റെ പട്ടാളക്കാർക്ക് ഓർഡർ കൊടുത്തു, ദാനിയേലിനെ രക്ഷിക്കും. അങ്ങനെ ദാനിയേൽ ജീവനോടെ സിംഹഗുഹയിൽ നിന്നും വന്നപ്പോൾ രാജാവേശിൻ്റെ മനസ്സ് ഒത്തിരിയൂടെ ദൈവത്തോടടുത്തു, ജീവനുള്ള ദൈവത്തോടടുത്തു. അങ്ങനെയാണ് അവിടുന്ന് ഓർഡർ കൊടുത്തു, എൻ്റെ ആധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിന് മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന്.
ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. രാജാക്കന്മാർ കൽപ്പിക്കുന്ന തീർപ്പ്, രാജാക്കന്മാർ കൽപ്പിക്കുന്നതായ ഓർഡറുകൾ തൻ്റെ രാജ്യത്ത് 120 രാജ്യങ്ങളിലും കൊടുത്തയക്കും. എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തോട് ഭയഭക്തിയുള്ള, അതായത് ദാനിയേൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കണമെന്ന് രാജാവ് തൻ്റെ സംസ്ഥാനത്തുള്ള, തൻ്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലും 120 രാജ്യങ്ങളിലും കൊടുത്തയച്ചു. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ എന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ ദാര്യാവേശും സുവിശേഷ വേല ചെയ്യുന്നു. എൻ്റെ ആധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും, അത് ഒരു കുഞ്ഞുപോലും എല്ലാവരും ആരാധിക്കണം ദാനിയേലിൻ്റെ ദൈവത്തിന് മുൻപാകെ. ദാനിയേലിൻ്റെ ദൈവത്തെ അതായത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. അവിടുന്ന് ജീവനുള്ള ദൈവം, എന്നേക്കും നിലനിൽക്കുന്നവരും അവൻ്റെ രാജ്യത്ത് നശിച്ചു പോകാത്തതുമാണ്. അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അതായത് അവൻ്റെ എന്ന് പറയുന്നത് തർജ്ജിമകളിലാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ആധിപത്യം അവസാനം വരാത്തതാണ്. അവിടം വരെയും എല്ലാവരും ദൈവത്തെ വണങ്ങണം, ജീവനുള്ള ദൈവത്തെ വണങ്ങണം. അതാണ് ദാനിയേലിൻ്റെ ദൈവമെന്ന് ഇവിടെ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ചിന്താവിഷയം നാം എടുത്തത് ഏശയ്യാവ് പ്രവചനം 12-ാം അധ്യായം 5-ാം വാക്യമാണ്. ഭൂമിയിലെല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. അതായത് നാം ദൈവത്തെ ആരാധിക്കുന്നത് ഭൂമിയിലെല്ലായിടവും പ്രസിദ്ധമായി തന്നെ വരട്ടെ. അത് അപ്പോസ്തല പ്രവർത്തികളിൽ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് സുവിശേഷങ്ങളും ലേഖനങ്ങളും, പൗലോസ് ലേഖനങ്ങളിൽ കുറേയധികം ലേഖനങ്ങൾ എഴുതിയത് പൗലോസാണ്. ആ പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായത്തിൽ 33-34 വാക്യങ്ങളിൽ പറയുന്നു, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾക്കും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. പൊതുജനത്തോട് പറയുകയാണ്, ഞാൻ അധ്വാനിച്ചാണ് സുവിശേഷ വേലയിൽ പ്രയത്നം ചെയ്താണ്, ജോലി ചെയ്താണ് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത്. അങ്ങനെ പൗലോസ് സ്വന്തം കൈയാൽ ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്ത ആളാണ്. തൻ്റെ ജോലിയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത് വീട് പണി എന്നാണ്. ടെൻറ്റ് കെട്ടുക. ആ കാലയളവിൽ ടെൻറ്റ് എന്ന് പറയുന്ന ഇന്ന് വീടെന്ന് പറയുന്നതിന് ആയിരുന്നു. അങ്ങനെ പൗലോസും ജോലി ചെയ്ത് ആണ് പൗലോസ് സുവിശേഷ വേല ചെയ്ത്. അതിന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തൻ്റെ ജോലി ഉപേക്ഷിച്ചില്ല. അങ്ങനെ പുതിയ നിയമത്തിൽ നാം വീണ്ടും മുമ്പോട്ട് പോയാൽ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. ലൂക്കോസ് സുവിശേഷം എഴുതിയിട്ടുണ്ട്. സിമോൻ പീറ്ററും ആന്ത്രോയോസും ജെയിംസും ജോണും എല്ലാവരും മത്സ്യം പിടിക്കുന്നവരായിരുന്നു. ജെയിംസ്, ജോണ് ഇവരെല്ലാവരും മത്സ്യം പിടിക്കുന്നതായ വള്ളത്തേലോ ബോട്ടിലോ കടലിൽ നിന്നും മീൻ പിടിക്കുന്ന തൊഴിലായിരുന്നു അവരുടെയൊക്കെ. അവരെല്ലാം സുവിശേഷകരും കർത്താവിൻ്റെ ശിഷ്യന്മാരുമായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഏറ്റവും കുറഞ്ഞ ജോലി ചെയ്യുന്നവരായിരുന്നു. ഒരു പക്ഷേ നമുക്ക് അനുമാനിക്കാം കർത്താവിൻ്റെ ശിഷ്യരായിട്ട് അവരുടെ തൊഴിൽ വിട്ടിട്ടില്ല എന്ന്. ജോൺ 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് ഇരിക്കുന്നു. അതായത് സുവിശേഷങ്ങൾ 21:3, യോഹന്നാൻ 21:3. പീറ്റർ പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പത്രോസ് പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പീറ്റർ, ദിദിമോസ് എന്ന തോമസ്, നഥനയേൽ, സെബദി മക്കൾ എല്ലാവരും മത്സ്യം പിടിക്കുന്നവരായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. ഈ സെബദി മക്കളാണ്. അവരുടെ അമ്മ പിടിച്ചുകൊണ്ട് യേശുവിനോട് പറയുന്നുണ്ട്, യേശു കർത്താവ് രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഇവരെ ഒരാളെ ഇടത്തും ഒരാളെ വലത്തും നിർത്തണമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ മറുപടിയും പറയുന്നത് ദൈവമാണ് നോക്കുന്നത്. യേശു കർത്താവ് പറയുന്നുണ്ട്, അങ്ങനെ വിശ്വാസത്തിലും സുവിശേഷ വേലയിലും മുഴുകി നിൽക്കുന്നവർ പോലും തൊഴിൽ അവരെ കളഞ്ഞില്ല. എല്ലാവരും മീൻ പിടിക്കാൻ പോയി. എല്ലാവരുടെയും തൊഴിൽ അതായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21:8 മറ്റു ശിഷ്യന്മാരും
ശിഷ്യന്മാരും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു. യേശുവിൻ്റെ ശിഷ്യന്മാർ ആടിനെ മേയ്ക്കുന്നവരും കഷ്ടപ്പെടുന്നവരും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരുമായിരുന്നു. യേശു കർത്താവിൻ്റെ ജനനത്തിൽ പോലും പറയുന്നുണ്ട്, ആദ്യം യേശു കർത്താവിനെ കാണുവാൻ, തൻ്റെ ജനനത്തിൽ കാണുവാൻ വരുന്നത് തന്നെ ആട്ടിടയന്മാരാണ്. കുറഞ്ഞ തൊഴിൽ ചെയ്യുന്നവരും, അവിടെ തൊഴിലിന് കുറഞ്ഞതോ കൂടിയതോ എന്തായാലും തന്നെ ദൈവീക വേല ചെയ്യുന്നതിന് ഏത് തൊഴിൽ അവർക്ക് കിട്ടുന്നതോ ആ തൊഴിലോട് കൂടി തന്നെ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം അടക്കം ചെയ്യേണ്ടതിന് ദൈവം ഒരു മനുഷ്യനെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം രഹസ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനുമായിരുന്നു. ആ അരിമത്യയിലെ ജോസഫ് എന്ന മന്ത്രിയാണ്. അദ്ദേഹം റോമ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹം തൻ്റെ തൊഴിൽ ഉപേക്ഷിച്ചില്ല. റോമ ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രിയായിരുന്നതായ, രഹസ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന അരിമത്യയിലെ ജോസഫ് തൻ്റെ തൊഴിൽ ഉപേക്ഷിക്കാതെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡശരീരം മണ്ണിൽ അടക്കം ചെയ്യേണ്ടതിന് ഉള്ള ചുമതല ഏറ്റെടുത്തയാളാണ്. ആരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി തൊഴിൽ ഉപേക്ഷിക്കണമെന്ന് എങ്ങും തന്നെ പറയുന്നില്ല. തൻ്റെ തൊഴിലോടുകൂടി തന്നെ സുവിശേഷ വേല ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ പ്രഭാഷണത്തിൽ കൂടി നാം മനസ്സിലാക്കിയത്. നെബൂഖദ്നേസർ പോലും, ദാര്യാവേശ് ചക്രവർത്തി പോലും സുവിശേഷ വേല ചെയ്തവരാണ്. തൻ്റെ ചക്രവർത്തി സ്ഥാനം ഉപേക്ഷിക്കാതെ അവർ സുവിശേഷ വേല ചെയ്തവരാണ്. അതേപോലെ പൗലോസ് സ്വന്തം കയ്യാൽ വേല ചെയ്ത് പൈസ ഉണ്ടാക്കി തൻ്റെ കൂടെയുള്ളവർക്കുടെ ആവശ്യത്തിനും എടുത്തുവെന്ന് പൗലോസ് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സുവിശേഷ വേല ചെയ്യാൻ നാം അറിഞ്ഞ സത്യം, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് നാം അറിഞ്ഞ സത്യം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യം, നാം ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരുടെയും ജനിക്കുവാനുള്ളവരുടെയും പാപങ്ങൾ ഏറ്റുകൊണ്ട്, പാപങ്ങൾ വഹിച്ചുകൊണ്ട് താൻ ക്രൂശിൽ കയറിയപ്പോൾ എല്ലാവരുടെയും പാപങ്ങൾ ദൈവം ക്ഷമിച്ചു കൊടുത്തു. ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതാണ് പാപപരിഹാരയാഗമാകേണ്ടതിന്. ആ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ, നമ്മുടെ രക്ഷകനായി വിശ്വസിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടും. അങ്ങനെ നമ്മൾ ഇന്ന് കടന്നുപോയാൽ, നമ്മളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നാം ചെന്നെത്തുന്നത് സ്വർഗീയ രാജ്യത്ത്, യേശു കർത്താവിൻ്റെ അടുത്ത്, ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്ത്. അവിടെ നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് യുഗയുഗങ്ങൾ കഴിയും. നാം ഇന്ന് താക്കോൽ വാക്യമായിട്ടെടുത്ത വാക്യം യേശയ്യാപ്രവചനം 12-ാം അധ്യായം 5-ാം വാക്യം, യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവിടുന്ന് ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ജീവനുള്ള ദൈവം ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിലെല്ലായിടവും നാം പ്രസിദ്ധമാക്കേണ്ടതാണ്. നാം എല്ലാവരോടും സുവിശേഷം പറയേണ്ടതാണ്. അങ്ങനെ നമ്മുടെ തൊഴിലോടുകൂടി തന്നെ നാം ഒരു തൊഴിൽ സ്വീകരിക്കണം. ആ തൊഴിൽ സ്വീകരിക്കാതിരുന്നാലും അല്ല, ദൈവം ആദ്യമേ ആദമിനോട് പറഞ്ഞ് വിയർത്ത് വേണം നീ ആഹാരം കഴിക്കുവാൻ. അതായത് നീ തൊഴിൽ ചെയ്ത് ജീവിക്കണം. മാനവരാശിയോട് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. നീ വേല ചെയ്ത് ഉപജീവന മാർഗം കഴിക്കണം. വിയർത്തു വേണം എന്ന് പറയുന്നതിന് വേല ചെയ്യുമ്പോൾ വിയർക്കുമെന്നുള്ളത് അർത്ഥത്തിലാണ്. വേല ചെയ്ത് വേണം നീ ഉപജീവനം കഴിക്കുവാൻ ദൈവം ആദ്യം തന്നെ കൽപ്പന കൊടുത്തത് ആദമിനോടാണ്. അങ്ങനെ എല്ലാ മനുഷ്യരും അവരവരുടെ പ്രായത്തിൽ അവരവരുടെ ഒക്കുന്നതായ കാലത്ത് ഇഷ്ടപ്പെട്ടതായ ഒരു തൊഴിൽ സ്വീകരിക്കുകയും ആ തൊഴിലോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ജീവനുള്ള ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ സുവിശേഷ വേലയിലും ഏർപ്പെട്ടിരിക്കണമെന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ മനുഷ്യരും ദൈവത്തെക്കുറിച്ച് അറിയുകയും
ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഇതുവരെയും എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്നതായി എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. അങ്ങനെ നമുക്കിഷ്ടപ്പെടുന്നതായ തൊഴിൽ, നമുക്ക് കിട്ടുന്നതായ തൊഴിലോടുകൂടി കർത്താവായ യേശു ക്രിസ്തുവിനെ, ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തിപ്പാടിക്കൊണ്ട് നാം മറ്റുള്ളവരോർക്കും സുവിശേഷം പറയുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ അല്പനേരത്തെ പാഠങ്ങളിൽ നിന്നും അല്പനേരത്തെ സമയത്തിൽ നിന്നും ഞാൻ തൽക്കാലം പിന്മാറുന്നു. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു.